നമസ്കാരം. മീഡിയ സ്റ്റോറിയിലേക്ക് സ്വാഗതം. മീഡിയ സ്റ്റോറിയുടെ വികസന കാഴ്ചകൾ എന്ന പരമ്പരയിലെ ഇന്നത്തെ അധ്യായം വൈജ്ഞാനിക സമൂഹവും വിജ്ഞാന കേരളവും എന്നതാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യാവസ്ഥയെ മെച്ചപ്പെടുന്നത് വൈജ്ഞാനിക സമൂഹ നിർമ്മിതിയാണ്. ഒരു സമൂഹം വിജ്ഞാന സമൂഹമായി മാറുന്നതിന്റെ 4 അടിസ്ഥാനങ്ങളെക്കുറിച്ച് യുനെസ്കോ പറയുന്നത് ഇങ്ങനെയാണ്: ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം, വിവരങ്ങളുടെയും അറിവിന്റെയും സാർവദേശീയ പ്രാപ്യത, സാംസ്കാരികമായ വൈവിധ്യങ്ങളോടുള്ള അറിവ്, എല്ലാവർക്കും ലഭ്യമാകുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം. ആവിഷ്കാരത്തിനും സ്വയം പ്രകാശനത്തിനുമുള്ള വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഇതിൽ പ്രധാനമാണ്. പൗരർക്ക് നിർഭയവും സ്വാതന്ത്ര്യവുമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. വിമർശനാത്മക ചിന്തയെയും സർഗാത്മക സംവാദങ്ങളെയും സാമൂഹ്യമായ തുല്യതയും കേന്ദ്രസ്ഥാനത്ത് നിർത്തിയുള്ള കേരളത്തിന്റെ പാഠ്യപദ്ധതി പ്രസക്തമാകുന്നത് ഇവിടെയാണ്. കാണാം വിജ്ഞാന കേരള കാഴ്ചകൾ. ധനിക ദരിദ്ര ഭേദമില്ലാതെ എല്ലാ പഠിതാക്കൾക്കും ലോകവിജ്ഞാനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുക എന്നതാണ് സാർവദേശീയമായ പ്രാപ്തത എന്നതുകൊണ്ട് യുനെസ്കോ അർത്ഥമാക്കുന്നത്. എല്ലാ പൊതുവിദ്യാലയങ്ങളുടെയും ക്ലാസ് മുറികൾ ഹൈടെക് ആക്കാൻ സർക്കാർ നടത്തിയ പരിശ്രമം ഈ ലക്ഷ്യം മുൻനിർത്തിയാണ്. സാംസ്കാരികമായ വൈവിധ്യങ്ങളോടുള്ള ആദരവ് എന്ന മൂന്നാമത്തെ ലക്ഷ്യം ഭരണഘടനാ മൂല്യങ്ങളോട് നേരിട്ട് ബന്ധമുള്ളതാണ്. മതനിരപേക്ഷ മൂല്യവും പരസ്പര ബഹുമാനവും ഉള്ളിലുറയ്ക്കുന്നത് ഒരു മനുഷ്യന്റെ ശൈശവ കൗമാര കാലങ്ങളിലാണ്. ഇത് സാധ്യമാകുന്നത് എല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ നിന്നാണ്. എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന യുനെസ്കോയുടെ 4ാമത്തെ ലക്ഷ്യത്തിലേക്കാണ് കേരളം മുന്നേറാൻ ശ്രമിച്ചത്. എന്നാൽ ഇതിന്റെ സാർത്ഥകമായ വികാസം സാധ്യമാകേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ്. ഒരു പഠിതാവെന്ന നിലയിൽ സാമൂഹ്യമായ പൂർണ്ണ ഇടപെടൽ ശേഷിയുള്ള പൗരനായി കുട്ടി വികസിക്കുന്നത് ഇവിടെയാണ്. വികാസം പ്രാപിച്ച ഈ പൗരന്മാരിലൂടെയാണ് ഒരു വൈജ്ഞാനിക സമൂഹത്തിലേക്ക് ചുവടുവയ്ക്കാനാവുക. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ ഉൽപാദനവും വിതരണവും വിവേചനമില്ലാതെ ഉറപ്പാക്കുകയെന്ന വൈജ്ഞാനിക സമൂഹത്തിന്റെ ശേഷിയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൈപിടിച്ചുയർത്തണമെങ്കിൽ അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യവും അതിനൂതന സാധ്യതകളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകണം. അതിനായുള്ള പരിശ്രമമാണ് കഴിഞ്ഞ 5 വർഷമായി കേരള സർക്കാർ നടത്തിവരുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റികളും കോളേജുകളും നാക് റാങ്കിങ്ങിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. MG കുസാറ്റ് യൂണിവേഴ്സിറ്റികൾ അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ തന്നെ ശ്രദ്ധേയമായ സ്ഥാനം നേടിയ യൂണിവേഴ്സിറ്റികളായി മാറി. കേരളത്തെ പൂർണ്ണമായും ഒരു വൈജ്ഞാനിക സമൂഹമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കേരള സർക്കാർ നടത്തിവരുന്നത്. അതിനായി വിജ്ഞാന കേരളം എന്ന പദ്ധതി സർക്കാർ വിഭാവനം ചെയ്തു. ജനകീയാസൂത്രണ മാതൃകയിൽ ജനപങ്കാളിത്തത്തോടെ കേരളത്തിന്റെ വിജ്ഞാന സമ്പദ്ഘടന ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ നൽകി ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി നോളജ് എക്കണോമി കേരളത്തെ മാറ്റാൻ വിജ്ഞാന കേരളം പദ്ധതി ലക്ഷ്യമിടുന്നു. ഇതിനായി നൈപുണ്യ വികസന പരിശീലനം നൽകുക, തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുക, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി തൊഴിൽ ദാതാക്കളെയും ഉദ്യോഗാർത്ഥികളെയും ബന്ധിപ്പിക്കുക എന്നിവ പ്രധാന പ്രവർത്തനങ്ങളാണ്. സർക്കാർ ഒരുക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾക്കും നൈപുണ്യ പരിശീലനങ്ങൾക്കുമൊപ്പം വിദ്യാഭ്യാസവും തൊഴിലും നൈപുണ്യവും ലഭ്യമാക്കുകയാണ് വിജ്ഞാന കേരളത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അറിവ് ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹമാക്കി കേരളത്തെ മാറ്റുക എന്നതും പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക എന്നതും വിജ്ഞാന കേരളം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. ഇതിനായി 20 ലക്ഷത്തോളം ജോലിയുള്ളതും ഇല്ലാത്തതുമായ അഭ്യസ്തവിദ്യർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തൊഴിൽദായകരും തൊഴിലന്വേഷകരും നൈപുണ്യ പരിശീലനം നൽകുന്ന ഏജൻസികളും ഉൾപ്പെടുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും രൂപീകരിച്ചു. തൊഴിലന്വേഷകർക്കായി നല്ല ജോലികൾ കണ്ടെത്താനായി. പക്ഷേ ആ ജോലികളിലേക്ക് സ്കില്ലുള്ള ആളുകൾ കുറവാണ്. അതിനായി KDISC, കുടുംബശ്രീ കൂടാതെ നൈപുണ്യ വികസനം നൽകുന്ന വിവിധ ഏജൻസികൾ ഇവ വഴി പരിശീലനം നൽകി ജോലിക്ക് പ്രാപ്തനാക്കാനുള്ള ഫലപ്രദമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നു. കൂടാതെ കേരളത്തിലെ തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 20% മാത്രമാണ്. ഇത് 50% ഉയർത്താനായാൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം വലുതായിരിക്കും. തൊഴിൽ മേളകൾക്ക് പുറമെ വെർച്വൽ ജോബ് ഫെയറുകളും വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി KDISC നടത്തുന്നു. എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ITIകൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും ആവശ്യമായ തൊഴിൽ വൈദഗ്ധ്യം പദ്ധതിയിലൂടെ നൽകി വരുന്നു. ഒരു പഠിതാവ് എന്ന നിലയിൽ നിന്ന് സാമൂഹ്യമായ പൂർണ്ണ ഇടപെടൽ ശേഷിയുള്ള ഒരു പൗരനായി കുട്ടി മാറുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ്.
വികാസം പ്രാപിച്ച ഈ പൗരന്മാരിലൂടെയാണ് ഒരു വൈജ്ഞാനിക സമൂഹത്തിലേക്ക് ചൂടുവെക്കാനാവുക. അവിടെ പഠിതാവിന് മുന്നിൽ തുറന്നിടേണ്ടത് അനന്തമായ സാധ്യതകളാണ്. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ ഉൽപാദനവും വിതരണവും വിവേചനമില്ലാതെ ഉറപ്പാക്കുക എന്ന വൈജ്ഞാനിക സമൂഹത്തിന്റെ ശേഷിയിലേക്കാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല എത്തിച്ചേർന്നിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ തുടർച്ചയായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും ശാക്തീകരിച്ച സർക്കാർ നടപടികളാണ് ഇതിനൊക്കെ സാധ്യമാക്കിയത്. മറ്റൊരു അധ്യായത്തിൽ മീഡിയ സ്റ്റോറിയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.